ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്, കാറ്. എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ കൊണ്ടോട്ടി ഭാഗത്താണ്. നമ്മുടെ കൊണ്ടോട്ടി ഭാഗങ്ങളിൽ വളരെയധികം ഡേഞ്ചറായിട്ട് വെള്ളം ഉയരുകയാണ്. വെള്ളത്തിൻ്റെ അവസ്ഥ ക്രമാതീതമായി വരികയാണ്. എല്ലാ ആളുകളും രാത്രി നിർത്തിയിട്ട വാഹനങ്ങൾ, നമുക്കറിയാം, ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വാഹനങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി ഈ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ദീർഘദൂര യാത്രക്കാരും മറ്റൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. മാക്സിമം ഇന്നത്തെ യാത്ര, ഇന്നും നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതൽ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വെരി വെരി ഡേഞ്ചറാണ്. കൊണ്ടോട്ടി ഏകദേശം ഒരു റോഡ് ഏതാണ്ട് മുക്കാ ഭാഗം ഇപ്പോൾ ഈ ആളുകൾ വരുന്ന മനസ്സിലാവും. റോഡിലൂടെ വരുന്ന ഈ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ഇതിന്റെ സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സുരക്ഷ നമ്മളുടെ തന്നെ കയ്യിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാവും. പാലത്തിന് പോലെ വെള്ളം കയറി ഗതാഗതം നിരോധിക്കും. ആവശ്യക്കാർ മാത്രമേ വഴി വരിക. പട്ടാമ്പി പാലം ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. പാലത്തിന് വെള്ളം കയറി ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണിതാ അലിക്കാപ്പിൻ്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത്. പച്ചക്കാട് പോയാൽ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്